ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ജൂലൈ 31 എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹാവന്ദനം അർപ്പിക്കുന്നു. നല്ലൊരു ദിവസം തന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 21 അധ്യായമാണ്. ഈ അധ്യായത്തിൽ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു കാര്യം ആ സംഭവത്തിൽ നടക്കുന്നുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലേവ്യ ഗോത്രത്തിന് ഭൂമി അവകാശമായിട്ട് ദൈവം നൽകിയില്ല. ദൈവത്തിൻ്റെ യാഗം വഴിപാടുകളുമൊക്കെയാണ് അവർക്ക് അവകാശമായിട്ടുള്ളത്. എന്നാൽ അവർക്ക് താമസിക്കുവാനായിട്ട് സ്ഥലം വേണമായിരുന്നു. അതുപോലെ അവിടെ കന്നുകാലികൾക്ക് മേയുവാനായിട്ട് ഭൂമി വേണമായിരുന്നു. കൃഷിഭൂമി അവർക്കില്ല. ലേവ്യ ഗോത്രത്തിലെ അഹ്റോന് അവകാശമായി നറുക്ക് വീണത് കാലേബ് അവകാശമായി അനാക്കി മല്ലന്മാരിൽ നിന്നും പിടിച്ചെടുത്ത ഹെബ്രോനാണ്. രസകരമായ ഒരു കാര്യമാണ്. തൻ്റെ അമ്പും വില്ലും കൊണ്ട് തൻ്റെ രക്തവും നീരും ചെലവാക്കി ഹെബ്രോന് അനാക്കി മല്ലന്മാരിൽ നിന്നും കാലേബിൻ്റെ അനുജപുത്രനായിരിക്കുന്ന ഒഗ്നിയേലും അവരെ പിടിച്ചെടുത്തു. അങ്ങനെ അത് അവർക്കായി. ഹെബ്രോൻ എന്ന് പറയുന്നത് ഒരു വലിയ പ്രദേശമാണ്, ഒരു മലയാണ്. അതിലെ പ്രധാന പട്ടണം കൂടിയാണ് ഹെബ്രോൻ എന്ന് പറയുന്നത്. ആ ഹെബ്രോൻ പട്ടണമാണ് അതിലെ പ്രധാനമായിരിക്കുന്ന സ്ഥലം. ആ സ്ഥലമാണ് ഇപ്പോഴേ അഹ്റോന് നറുക്ക് ഇട്ട് വീണത്. അപ്പോൾ ഞാനതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ കാലേബിന് ഹെബ്രോൻ വാസ്തവത്തിൽ പ്രിയപ്പെട്ടതാണ്. താനത് ചോദിച്ചു വാങ്ങിയതാണ്. അവനതിനായി വാർദ്ധക്യത്തിൽ പൊരുതിയതാണ്. എന്നാൽ അതിപ്പോൾ അഹ്റോന് നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഹെബ്രോൻ പട്ടണത്തിൽ അഹ്റോനും അഹ്റോൻ്റെ കുടുംബവും ജീവിക്കുക. ഹെബ്രോൻ മല കാലേബിന് തന്നെയുള്ളതാണ്, കാലേബിൻ്റെ മക്കൾക്കുള്ളതാണ്. എന്നാൽ ഈ ഹെബ്രോൻ എന്ന് പറഞ്ഞതായിരിക്കും പട്ടണം ഇപ്പോൾ വാസ്തവത്തിൽ അഹ്റോന് അവകാശമായി കിട്ടി. അപ്പോൾ ഹെബ്രോൻ എന്ന് പറഞ്ഞ പട്ടണം മാത്രമായിരിക്കും നൽകപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിരിക്കലും ഹെബ്രോനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ ഹെബ്രോൻ പട്ടണം. അഹ്റോൻ്റെ കുടുംബത്തിലുള്ളവർ എപ്പോഴും പറയാൻ സാധ്യതയുള്ളൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ വല്യപ്പൻ അമ്പും വില്ലും കൊണ്ട് വീട്ടിൽ പിടിച്ച സ്ഥലം ഇപ്പോൾ അഹ്റോനും കുടുംബത്തിനും താമസിക്കാനായിട്ട് കിട്ടിയിരിക്കുന്നു. അത് ന്യായമാണോ എന്നൊക്കെ പറയുന്ന ആളുകൾ കാണും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, ഈ ഹെബ്രോൻ മല ദൈവമാണ് അഹ്റോന് കൊടുത്തത്. കാരണം നറുക്കിട്ടാണ് എടുക്കുന്നത്. നറുക്കിട്ടെടുത്തപ്പോൾ അഹ്റോൻ്റെ കുടുംബത്തിന് വന്നതാണ് ഹെബ്രോൻ മല. ഹെബ്രോൻ മലയല്ല ഹെബ്രോൻ പട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ ആ പട്ടണം വാസ്തവത്തിൽ ദൈവത്തിൻ്റെ മഹാപുരോഹിതന് കൊടുത്തത് കൊണ്ട് കാലേബിൻ്റെ കുടുംബത്തിന് അനുഗ്രഹമാണോ നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് അനുഗ്രഹമാണെന്ന് പറയും. കാരണം നമുക്കുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന് കൊടുക്കുന്നതല്ലേ നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ കാലേബ് തൻ്റെ അമ്പും വില്ലും കൊണ്ട് വെട്ടിപ്പിടിച്ച സ്ഥലമാണ് ദൈവം നറുക്കിട്ട് അഹ്റോനും കുടുംബത്തിനും കൊടുത്തതെന്ന് പറയുമ്പോൾ ദൈവം കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവം അതങ്ങനെ കൊടുത്തത് ഒരു അനുഗ്രഹമായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ അവകാശങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് വേണമല്ലോ നാം കർത്താവിന് നൽകാൻ. അങ്ങനെയല്ലേ? ആദ്യഫലം കർത്താവിനുള്ളതാണ്. കാലേബിൻ്റെ ആദ്യഫലമാണ് ഞാൻ വിചാരിക്കുന്നത് ഹെബ്രോൻ പട്ടണം എന്ന് പറയുന്നത്. ഹെബ്രോൻ എന്ന് പറയുന്നത് ദേശം മുഴുവൻ കാലേബിനുള്ളതാണ്. പക്ഷേ അതിലെ ഒരു പട്ടണമുണ്ട്, ഹെബ്രോൻ പട്ടണം. ആ പട്ടണം അതിലെ ആദ്യഫലം പോലെയാണത് ദൈവത്തിന് നൽകിയത്. തീർച്ചയായിട്ടും കാലേബിൻ്റെ കുടുംബത്തിനും ഒരു അനുഗ്രഹമായിരിക്കും. നാം അധ്വാനിച്ച് നേടിയതും നാം വിലമതിക്കുന്നതും കർത്താവിന് നൽകണം. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അഹ്റോൻ അനുഭവിക്കുന്ന ഹെബ്രോൻ കാലേബിന് അനുഗ്രഹകാരണമാണ്. കാരണം കർത്താവിന് നൽകുമ്പോഴാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത്. അങ്ങനെയല്ലേ? ഹന്ന ശമൂവേലിനെ ചോദിച്ചു വാങ്ങി എന്ത് ചെയ്തു? കർത്താവിന് കൊടുത്തു. അപ്പോഴല്ലേ ഹന്ന അനുഗ്രഹിക്കപ്പെട്ടത്. അവൾക്ക് 4 പുത്രന്മാരും പുത്രിമാരും ജനിച്ചു എന്നാണ് ഹന്നയ്ക്ക്. എപ്പോഴാണ് ജനിച്ചത്? ഹന്ന ശമൂവേലിനെ ചോദിച്ചു വാങ്ങി. എന്നിട്ട് ശമൂവേലിനെ കൊണ്ട് ദൈവസന്നിധിയിൽ കൊടുത്തപ്പോൾ ഏലി പറഞ്ഞു, നീ കർത്താവിന് തന്നാൽ നിൻ്റെ മകന് പകരം നിനക്ക് മക്കളെ തരട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഹന്ന പിന്നെ ഗർഭം ധരിച്ച് മക്കളെ പ്രസവിച്ചു. മനോഹരമായിരിക്കുന്നതാണ്. സരേഫാത്തിലെ വിധവ അതുപോലെയാണ്. ആദ്യം ചുട്ട അപ്പ് ഏലിയാവ് നൽകി. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ ജീവിതകാലം മുഴുവൻ നീ നിൻ്റെ മകനും അപ്പം ചുട്ടു എന്ന് പറഞ്ഞു. എത്ര മനോഹരമാണ്. ഏലിയാവിന് ആദ്യത്തെ അപ്പം നൽകിയത് കൊണ്ടല്ലേ. എന്നാൽ ആദ്യത്തെ അപ്പം വിധവ തന്നെ ഉണ്ടാക്കി തിന്നിരുന്നെങ്കിൽ തുറന്നുള്ളതായിരിക്കും അനുഗ്രഹം ഉണ്ടാവും. ഒരിക്കലും ഉണ്ടാവില്ല. അതുപോലെയാണ് ദൈവത്തിൻ്റെ വേണ്ടി നാം നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഗീവ് ദ ബെസ്റ്റ് ടു ദ ലോഡ്. കർത്താവ് നമുക്കിഷ്ടമുള്ളതാണ് കൊടുക്കുക. നമുക്കിഷ്ടമില്ലാത്ത കർത്താവിന് കൊടുത്ത് എന്ത് ചെയ്യാനാണ്? കാലേബിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഹെബ്രോൻ പട്ടണം തന്നെ കൊടുക്കട്ടെ, അഹ്റോന് കൊടുക്കട്ടെ. അഹ്റോൻ കർത്താവിൻ്റെ മഹാപുരോഹിതനാണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ അത് അനുഗ്രഹത്തിന് കാരണമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിലെ നമ്മുടെ ബെസ്റ്റ് കർത്താവിന് കൊടുക്കുവാനായിട്ട് നാം വേണം. നാം പലപ്പോഴും പറയും, ഞാൻ ഒരുപാട് അധ്വാനിച്ചാണ് ഉണ്ടാക്കിയത്, ഞാൻ ഒരുപാട് വേർപ്പൊഴിച്ചത് ആ സ്ഥലത്തിന് വേണ്ടി, ഞാൻ ഒരുപാട് കാശ് മുടക്കിയത് ആ സ്ഥലത്തിന് വേണ്ടി എന്നൊക്കെ നമ്മൾ പറയും. അത് കൊടുക്കുക കർത്താവിന്. അങ്ങനെയുള്ള സ്ഥലമല്ലേ കർത്താവിന് കൊടുക്കേണ്ടത്. നാം ഒരുപാട് അധ്വാനിച്ച്, നാം ഒരുപാട് ആഗ്രഹിച്ച്, നാം ഒരുപാട് പ്രാർത്ഥിച്ച്, നാം ഒരുപാട് വേല ചെയ്ത്, നാം ഒരുപാട് പണം മുടക്കി ആ സ്ഥലങ്ങളൊക്കെ അല്ലേ കർത്താവിന് കൊടുക്കേണ്ടത്. നമ്മൾ ഗീവ് അവർ ബെസ്റ്റ് ടു ദ ലോഡ്.
കർത്താവിന് നമ്മുടെ ഏറ്റവും നല്ലത് കൊടുത്താൽ നമുക്ക് ഒരിക്കലും അനുഗ്രഹക്കുറവുണ്ടാവില്ല. ഒരു ഹെബ്രോൻ പട്ടണം കൊടുത്താൽ അതുപോലെയുള്ള 10 ഹെബ്രോൻ പട്ടണങ്ങൾ അവിടെ പണിയാനായിട്ട് പണിത് കൊടുക്കാൻ കർത്താവിന് കഴിയും. കർത്താവ് അങ്ങനെ ചെയ്യുന്നവരാണ്. കർത്താവിന് കൊടുത്തിട്ട് ആരെങ്കിലും തോറ്റിട്ടുണ്ടോ? ഇതുവരെ ആരും തോറ്റിട്ടില്ല. കർത്താവിന് തോൽപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയും? ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് ഈ അധ്യായം ഒരു മനോഹരമായ അധ്യായമായിട്ട് കാണുന്നത്. കാരണം എന്താണ്? ഹെബ്രോൻ പിടിച്ചടക്കിയ കാലേബ്, ഹെബ്രോൻ പിടിച്ചടക്കിയ ഒത്നീയേൽ, അതൊക്കെ ശരി. ആ മലയും ആ പ്രദേശങ്ങളും മുഴുവനും കാലേബിനുള്ളതാണ്, കാലേബിൻ്റെ കുടുംബത്തിനുള്ളതാണ്. എന്നാൽ അവിടെ ഒരു പട്ടണമുണ്ട്, ഹെബ്രോൻ പട്ടണം. ആ പട്ടണം ദൈവം അഹ്റോന് നൽകി, അവൻ്റെ കുടുംബത്തിന് നൽകി. അതൊരു നല്ല മാതൃകയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കെല്ലാം ഒരു നല്ല മാതൃകയായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ ബെസ്റ്റ് നമുക്ക് കർത്താവിന് കൊടുക്കാം. അത് കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കണം. പരാതിയോട് പിറുപിറുപ്പോട് കൊടുത്തിട്ട് എന്ത് കാര്യം? കർത്താവിന് നമ്മൾ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കണം. എൻ്റെ കർത്താവിന് കൊടുക്കാൻ എനിക്കൊരു അവസരം കിട്ടിയല്ലോ, ഇതെൻ്റെ കർത്താവിന് നൽകുവാൻ എനിക്കൊരു പദവി കർത്താവ് നൽകിയല്ലോ, ഇതെൻ്റെ കർത്താവിന് അർപ്പിക്കുവാൻ മനസ്സെനിക്ക് നൽകിയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി അത് കർത്താവിന് കൊടുക്കുമ്പോൾ കർത്താവ് നമ്മുടെ കരങ്ങളിൽ നിന്ന് വാങ്ങി സുഗ്രാഹ്യമായ യാഗമായി വാങ്ങി അത് അനുഗ്രഹത്തിൻ്റെ വന്മഴയായിട്ട് നമ്മുടെ മേൽ ചൊരിയും. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ബെസ്റ്റ് നമുക്ക് കർത്താവിന് കൊടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. വാഴ്ത്തപ്പെട്ട പിതാവേ, ഹെബ്രോൻ പട്ടണം അത് അഹരോനും കുടുംബത്തിനും കിട്ടി. സ്തോത്രം. അത് ദൈവം നിറക്കിട്ടപ്പോൾ ദൈവമാണത് നിയന്ത്രിച്ചത്. ദൈവം അങ്ങനെ നിയന്ത്രിക്കാൻ, ദൈവം ഞങ്ങളെ പഠിപ്പിക്കുന്ന വലിയ പാഠമാണ്. കാലേബ് വളരെ അധ്വാനിച്ച് പിടിച്ചതാണ്, ആഗ്രഹിച്ച് പിടിച്ചതാണ് ഹെബ്രോൻ മല. അതവന് കിട്ടി. തീർച്ചയായിട്ടും മലയെല്ലാം അവന് കിട്ടിയെങ്കിലും അതിലെ പ്രധാന പട്ടണമായിരിക്കുന്ന ഹെബ്രോൻ ഒരുപക്ഷേ കാലേബ് വളരെ ആഗ്രഹിച്ചതും അനുഗ്രഹിച്ചതും സന്തോഷിച്ചതുമായിരിക്കുന്ന സ്ഥലമായിരിക്കാം. പക്ഷേ അത് കർത്താവിന് കൊടുത്തു. അത് കൂടുതൽ അനുഗ്രഹത്തിന് കാരണമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കും അങ്ങനെയുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്നതും വിലമതിക്കുന്നതും ഞങ്ങൾക്ക് വിലയേറിയതുമെന്ന് ഞങ്ങൾ തോന്നുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായി വെക്കാതെ അതൊക്കെ കർത്താവിന് വിട്ടുകൊടുത്ത് അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, ഈ ദിവസത്തിനായി നന്ദിയോട് സ്തോത്രം. ഈ ദിവസത്തെ അനുഗ്രഹിച്ചാട്ട്, കേട്ട എല്ലാ പ്രേക്ഷകരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ട്, അവിടെ എല്ലാ ആവശ്യങ്ങളും നടത്തിക്കാട്ട്, വീഴ്ച താഴ്ചകളിൽ നിന്നൊക്കെ അവരെ വിടുവിച്ചാട്ട്, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.